CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കോന്നിയിൽ തുടക്കമാകും. ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് ഇന്ന് തുടങ്ങുന്ന സമ്മേളനം. 27-ാം തീയതി വൈകിട്ട് പൊതുസമ്മേളന നഗറിൽ സഹസംഘം ചെയർമാൻ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കാം. ജില്ലാ സെക്രട്ടറി പദവിയിൽ KP ഉദയഭാനു 3 ടേം പൂർത്തിയാക്കി. സംഘടനാ രീതി അനുസരിച്ച് ഒരാൾക്ക് തുടർച്ചയായിട്ട് 3 തവണയാണ് ജില്ലാ സെക്രട്ടറി പദവി വഹിക്കാൻ കഴിയുക. ചുമതല ഒഴിയുമ്പോൾ ഉദയഭാനുവിന് അഭിമാനിക്കാൻ വകയേറെയുണ്ട്. ജില്ലയിലെ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചു. അതിന് ഫലമായി ഒരു കാലത്ത് UDFൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു പത്തനംതിട്ട. കരുണാകരൻ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല ലീഗിൻ്റെ ആണെങ്കിൽ പത്തനംതിട്ട UDFൻ്റെ ആണ്. ആ ജില്ലയിൽ ഇന്ന് UDFന് ഒരു MLA മാർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജില്ല മാറി എന്ന് പറയുന്നത് വളരെ അഭിമാനമുണ്ട്. ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത്. ജില്ലാ സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്ന വിഷയം ADM നവീൻ ബാബുവിന്റെ മരണമാണ്. മലയാലപ്പുഴക്കാരനായിരുന്ന നവീൻ ബാബുവിന്റെ മരണം പാർട്ടിയിലുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല. പൂർണ്ണമായും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് പാർട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയിരുന്നു. പറഞ്ഞില്ലേ, പാർട്ടി അവരുടെ കുടുംബത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം തന്നെയാണ്. 28-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 30-ന് കോന്നി KSRTC കോർണറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.